കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന പീരങ്കി മൈതാനം മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ടും നടപടിയില്ല. നിരവധി കുട്ടികൾ കായിക പരിശീലനത്തിനെത്തുന്ന മൈതാനത്തിനാണ് ഈ ദുർവിധി. തെരുവുനായ ശല്യം രൂക്ഷമായ ഇവിടെ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ നായ്ക്കളുടെ എണ്ണവും കൂടി. മൈതാനത്തിന് മാലിന്യം കൈമാറുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്വാതന്ത്ര്യ സമരകാലത്തെ മഹാസമ്മേളനം, തുടർന്നു നടന്ന സംഘർഷം, ഗാന്ധിജിയുടെ അഭിസംബോധന, അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായിട്ടുണ്ട് കൊല്ലത്തെ പീരങ്കി മൈതാനം. എന്നാൽ ഇന്ന് മൈതാനത്തിന്റെ അവസ്ഥ ഇതാണ്. നിരവധി കുട്ടികൾ കായിക പരിശീലനത്തിനെത്തുന്ന മൈതാനത്തിനാണ് ഈ ദുർവിധി. തെരുവുനായ ശല്യം രൂക്ഷമായ ഇവിടെ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ നായ്ക്കളുടെ എണ്ണവും കൂടി. കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. മാലിന്യം വേർതിരിക്കലും ഇവിടെ തന്നെ. വാഹനങ്ങളിൽ നിന്ന് ഒഴുകുന്ന ചോര കലർന്ന അഴുക്കുവെള്ളം പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്കുൾപ്പെടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നിലവിൽ പീരങ്കി മൈതാനത്താണ് കൈകാര്യം ചെയ്യുന്നത്. മാലിന്യം മല പോലെ ഉയർന്നു പൊങ്ങുമ്പോഴും അധികം ദൂരത്തല്ലാത്ത കൊല്ലം കോർപ്പറേഷനിലെ അധികാരികൾ കണ്ടിട്ടില്ലെന്ന മട്ടിലാണ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.